ഓം സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യ മാന്യ വിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമീം വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാർ അബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മ ആറെങ്കിലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാ അതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവ അതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവഭക്തമക്കൾക്കും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭഗവാന്റെ കൃപയും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്. കമൻസ് തന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. അറിയാവുന്നവരല്ലേ കമൻസ് തരത്തുള്ളൂ. അതുകൊണ്ട് പ്രസന്ന, പ്രമിള സുനിൽ, പ്രശോഭ വിജയൻ, ബിന്ദു പ്രസന്നൻ, ഗീതാ നായർ, രാധികാദേവി, നിർമ്മല രമേശ്, രുക്മിണി മോഹൻ, കലാനാരായണൻ, അമൽ സുമ മൈലക്കാട്, ജഗദമ്മ, വിനയൻ, രാജമ്മ, അവരുടെ കൊച്ചുകുട്ടികളും എല്ലാവരെയും ഈശ്വരൻ അർപ്പിക്കുന്നു. ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകണം. എല്ലാവരുടെയും ജീവിത എന്താണ് ദുരിതങ്ങൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ മാറണം. എല്ലാവർക്കും എല്ലാം കൊണ്ടും ഭഗവാനെ അറിയാനും കൂടെയുള്ള കൃപ. അതായത് ഇവിടെ സഗുണോപാസവും നമ്മൾ പഠിച്ചു. നിർഗുണോപാസം അതായത് സർവത്തിൽ നിന്നും വിരമിച്ച് എല്ലാത്തിനും മീതെ അതീതമായി. കാരണം സഗുണം എന്തിനാണ്? നമുക്ക് ഈ ലോക ജീവിത സുഖങ്ങൾക്ക് വേണ്ടിയാണ് രൂപത്തെ ആരാധിക്കുക. അതാണ് സഗുണോപാസന. ഈ രൂപങ്ങളോട് കൂടിയതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചം എല്ലാം നമ്മൾ കാണാനുണ്ട്, അത് ഉണ്ടായതാണ്. അത് ഇനി നമുക്ക് വേണം എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ വീണ്ടും നമ്മൾ ജനനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ രൂപത്തെ നമ്മൾ ആരാധിക്കുക. എന്താണ് രൂപം? ഭഗവാന്റെ വിഗ്രഹം മാത്രമല്ല രൂപം. നമുക്ക് സ്വർണം വേണമെന്നും പറഞ്ഞ് എപ്പോഴും ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. കുട്ടി എപ്പോഴും ചിന്തിക്കുന്ന എന്താ? എനിക്ക് ഇത്ര സ്വർണം വേണം, ഇത്ര സ്വർണം വേണം, സ്വർണം സ്വർണം സ്വർണം. ഊണിലും ഉറക്കത്തിലും ധ്യാനമാ. എന്ത് ധ്യാനമാ? സ്വർണം. പണം പണം പണം, അതും ധ്യാനമാ. അപ്പൊ ഈ രൂപമാണ് ഇതെല്ലാം. വിഗ്രഹങ്ങളെന്ന് വെച്ചാൽ ഇതൊക്കെ വിഗ്രഹങ്ങളാ. ഈ വിഗ്രഹാരാധന എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണന്റെ രൂപം മാത്രമല്ല. ഈ സർവ്വ ലോകത്തുള്ള എല്ലാം നമുക്ക് വേണമെന്നുള്ള താല്പര്യത്തിൽ ഈ രൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുക, എപ്പോഴും മനനം ചെയ്യുന്നത്. ഇതാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ സഗുണോപാസന അങ്ങനെ ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ എവിടെ പോകും? ഭഗവാൻ ഇവിടെ അവതാരം എടുത്ത് അത് എത്രയോ നാൾ കഴിയുമ്പോൾ ഭഗവാൻ ഇവിടുന്ന് പോയി. പിന്നെ ആ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ വിഗ്രഹം വെച്ച് ആ പരമാത്മാവിനെ നമ്മൾ ചൈതന്യമൂർത്തിയെ അതിൽ നമുക്ക് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അതിനെയും വിഗ്രഹം എന്ന് പറയും. വിഗ്രഹാരാധന എന്ന് അതിനെ മാത്രമല്ല പറയുന്നത്. നമ്മൾ എപ്പോഴും ആരാധിക്കുന്നത് എന്താണ്? ഈ ലോക ജീവിതത്തിൽ കൂടുതലും ഇപ്പോൾ നമുക്ക് വിദ്യ വേണമെങ്കിൽ ഭഗവാനെ എനിക്കൊരു ജോലി പഠിക്കണം. അപ്പോഴെന്ത് വരും? അങ്ങ് പഠിക്കാനായിട്ട് എപ്പോഴും ചിന്തിച്ച് നന്നായി പഠിക്കാൻ പറ്റും. ആഗ്രഹമല്ലേ? ഈ ജന്മം ഒത്തില്ലെങ്കിൽ വരും ജന്മങ്ങളിൽ നമ്മൾ അതിനായിട്ട് ജനിക്കണം. എന്താ കാരണം? ആരാധന, വാസന എപ്പോഴും അതായിരുന്നു ഓർമ്മ. അല്ലെങ്കിൽ ജോലി, എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്നിങ്ങനെ ആരാധിച്ചിരിക്കുക, മനനം ചെയ്യുക. എന്താണ് മനനം? ധ്യാനം. അതിനാണ് ആരാധന, അതാണ് വാസന. ഈ വാസനയും കൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചു വരുന്നത്. ഈ ജന്മം തയ്യാറായിട്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആഗ്രഹങ്ങളെ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ജനിച്ചു വരണം. അപ്പോൾ നമുക്കിവിടെ ഉണ്ടായതാണിതെല്ലാം. ഇനിയും നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് മൊത്തവും സഗുണോപാസനയ ആരാധന. എന്താണ്? ഈ ലോകത്ത് ജീവിതമാർഗത്തിന് ദേഹത്തിന് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം. എന്നാൽ ആത്മീയമായ ആത്മാവിന് വേണ്ടി എന്താണ് വേണ്ടത്? അത് പരമാത്മ ചൈതന്യത്തെ ആരാധിക്കണം. അത് ഭഗവാൻ കൃഷ്ണനെ രൂപത്തോടു കൂടിയും പ്രാർത്ഥിക്കാം. എന്നാലോ ആ പരമചൈതന്യത്തെ നമ്മളതായി തീരാൻ വേണ്ടി നമ്മൾ എന്താവണം? നമ്മൾ ഭഗവാൻ പരമാത്മാവായി മാറണം, ഒരു ബ്രഹ്മജ്ഞാനി ആകണം. അതിനെന്ത് ചെയ്യണം? അതിന് രൂപത്തെ അല്ല. എന്ത് രൂപത്തെ? ഇവയെ കാണാതൊന്നും വിരമിക്കണം. വീടും ധനവും അതൊക്കെയാണ് വിഗ്രഹം. ഇതൊക്കെ നമ്മൾ ത്യജിക്കണം.
മനസ്സിൽ നിന്നെങ്കിലും ത്യജിച്ചു പോകണം. വീടും മക്കളും ഭാര്യയും ധനങ്ങളും സ്വത്തുക്കളും ഇതൊക്കെ വിഗ്രഹങ്ങളാണ്. അതിലേക്ക് മനനം ചെയ്യേണ്ട. ഇത് വേണ്ട, പോട്ട്, എനിക്ക് ഭഗവാൻ മതി, എനിക്ക് പരബ്രഹ്മമായി ലയിക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ നമുക്ക് അതിനാണ് സഗുണം മാറി നിർഗുണത്തിലേക്ക് പോകുന്നത്. ഇത് നിർഗുണോപാസന എന്നാൽ അതാണ്. നമ്മൾ അതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്കിന്ന് വായിച്ചു പോകാം. എല്ലാം കൂടെ പറയാനൊന്നും പറ്റുന്നില്ല. അതുപോലെ ഇനി എനിക്ക് അങ്ങോട്ടങ്ങനെ പറഞ്ഞതിനായിട്ട് അറിഞ്ഞും കൂടാ. അതായത് ഓരോ ജാതി വർണ്ണക്കാർക്കൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങളും മനഃശുദ്ധി ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങൾ അത് നമുക്ക് വായിച്ചു പോകാം. നമുക്ക് ഇത്രയും മതിയല്ലോ. സഗുണോപാസനക്കാർക്ക് അങ്ങനെ ഈ ലോക ജീവിതത്തിലേക്ക് വരുന്ന ആരാധന, അതിൽ നിന്നെല്ലാം മേലേ പോയി നിർഗുണത്തിലേക്ക് എത്തുന്ന, പരബ്രഹ്മത്തിലേക്ക് ലയം പ്രാപിക്കുന്ന ആ ആത്മചൈതന്യത്തിലേക്ക് എത്തപ്പെടുന്ന ആരാധന, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും മതിയല്ലോ ഏതെങ്കിലും. അതുകൊണ്ട് ഇനിയുള്ളത് അങ്ങോട്ട് വായിച്ചു പോകാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ കമൻസ് എന്ന മക്കൾക്ക്, ഒരു മകള് മത്സ്യം കൂടുന്നതിനെ പറ്റി മക്കളെ, അജ്ഞാനമാണതിനെല്ലാം. അജ്ഞാനമില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊന്നിനെയും കൊല്ലുന്നില്ല. കൊച്ചു കൊച്ചു മത്സ്യങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ഭക്തി ഭഗവാൻ വർദ്ധിച്ച് വന്നല്ലാതെ നമ്മൾ പിടിച്ചാൽ നിൽക്കത്തില്ല. നമ്മൾ ഇന്ന് കുറച്ച് ദിവസം കൂട്ടാതിരിക്കും, പിന്നും ഗതി തിരിഞ്ഞു വരും. അതുകൊണ്ട് തനിയെ അങ്ങ് മാറാമോ, പിന്നെ അതിലേക്ക് ആഗ്രഹം വരത്തേയില്ല. അത് എങ്ങനെ തനിയെ മാറും? ഭഗവാൻ ഭക്തി വർദ്ധിച്ച് ഭഗവാൻ കഴിഞ്ഞ് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്കെൻ്റെ ഭഗവാൻ മതി എന്നുള്ള ചിന്ത എപ്പോൾ ഉണ്ടാകും? അപ്പോൾ നമുക്കിതൊക്കെ ഇത് തനിയെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് എന്ത് വലുതായി തോന്നും? ഭഗവാന് ഈ കാണാതൊക്കെ നമുക്ക് വെറും ചപ്പും ചവറുമാണ് നമ്മൾ എണ്ണുന്നൊരു സമയം ഉണ്ടാകും. അതാണ് നല്ലത്, അതാണ് വേണ്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് ഞങ്ങൾക്ക് അനുഭവത്തിൽ കൂടെ ഒരു ദിവസം ഒന്ന് വാങ്ങിച്ചോട്ടെ എന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛനത് പാപമാണെന്ന് പറഞ്ഞിട്ടില്ല. 2 ദിവസത്തേക്ക് വാങ്ങിച്ചോളൂ എന്ന് പറയും. അപ്പം ഇത് ചെയ്തുകൂടാ, അത് കഴിച്ചുകൂടാ, അത് പാപമാണെന്ന് പറഞ്ഞെങ്കിൽ അച്ഛൻ പറയില്ലേ ഇത് കൊള്ളില്ലാന്ന്? അതുകൊണ്ട് അച്ഛനോ അങ്ങനെയാ. പക്ഷെ കുട്ടികളും അമ്മയ്ക്കൊക്കെ അത് അല്പം കഴിച്ചോട്ടെന്ന് മാത്രമേ കണ്ടുള്ളൂ. കാരണം നമ്മുടെ മനസ്സിനകത്ത് പാപമാണെന്ന് അറിയുന്നില്ലല്ലോ. ഒരു പൊടി കുഞ്ഞിന് എന്തറിയാനാ? നമുക്ക് ഇതിനെ ഒരാൾ കൊല്ലുവാണ് എന്നൊന്നും അറിയാം. സത്യത്തിൽ മീനെ ആരും കൊല്ലുന്നില്ലല്ലോ. അത് കരയ്ക്ക് പിടിച്ചിടുമ്പം കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അന്നേരെ അങ്ങ് മരിക്കുന്നു. അതിനെ പേടിയില്ല. അതിനെ ആരും പിടിച്ച് ബലാത്കാരമായിട്ട് ഒന്നിനെ കൊല്ലുന്ന ഒന്ന് കണ്ടെങ്കിലല്ലേ എന്നെ ഇനി കൊല്ലും. പക്ഷെ മൃഗങ്ങൾ അങ്ങനല്ല. ഒന്നിനെ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുക, അത് മഹാപാപമാ. അത് കഴിക്കരുത്, ഒരിക്കലും കഴിക്കരുത്. ഒരു കോഴിയെ കൊല്ലുന്ന അടുത്ത കോഴി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അത് എത്രമാത്രം വേദന സഹിക്കുന്നു, വിഷമം സഹിക്കുന്നു. അത് മഹാപാപമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിവൃത്തിയില്ലാതെ ഇപ്പം ഞാൻ തന്നെ മീൻ ഗുളികയോ കാൽസ്യത്തിൻ്റെ ഗുളികയോ ഒക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങളിൽ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പാപമാണെങ്കിൽ എനിക്ക് ആ ഗുളിക കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യം നമ്മൾ നോക്കിയല്ലേ പറ്റൂ. അതുകൊണ്ട് അതൊരു പാപമാണെന്ന് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. പാപമാണെന്ന് സംശയം കൊണ്ട് കഴിക്കരുത്. അതിനകത്ത് യാതൊരു അജ്ഞാനവും വേണ്ട. സന്തോഷമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചങ്ങ് ചെയ്യൂ. എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യൂ. അപ്പോൾ നമുക്ക് പാപമില്ലല്ലോ. ഭഗവാനെ ഇത് അങ്ങാണ് ചെയ്യുന്നത്, ഇത് അങ്ങാണ് കഴിക്കുന്നത്, ഇത് അവിടേക്കാണ് എന്നൊരു സങ്കല്പം ആ പരമാത്മാവായ ജഗദീശ്വരനെ സങ്കല്പിച്ചാൽ മതി. അരൂപിയായിരിക്കുന്ന ഈശ്വരനെയാണ് ഞാൻ പറയുക. അതായത് കൃഷ്ണനെന്നോ മുരുകനെന്നോ അല്ല. നമുക്ക് ഈ ലോകം നിലനിൽക്കുന്നത് ആര് മുഖാന്തരമാ? പരമാത്മാവ്. ആ പരമാത്മാവിന് നന്മ തിന്മ ഇല്ല, തിരിച്ചില്ല, എല്ലാം സമമാ. ആ ഭഗവാൻ സമർപ്പിച്ച് ചെയ്യൂ, അത്രയാണ് നല്ലത്. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ അറിവ് പറഞ്ഞു തന്നു, അത്രയേ ഉള്ളൂ. ഇത് മറ്റൊരാൾ കേൾക്കാൻ പറയാം അവർ പറഞ്ഞത് തെറ്റാ എന്ന് പറയും വേണ്ടി എന്നാൽ ഞാൻ എൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ 40 വയസ്സുള്ള സമയത്ത് നന്നായി ഇത് കഴിച്ചുകൊണ്ട് എന്നും ഇവിടെ മേടിക്കും. അല്പമെങ്കിലും കഴിക്കാതിരിക്കുന്നില്ലല്ലോ, വേണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടല്ല കഴിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ പ്രത്യക്ഷമായില്ലേ, ദർശനങ്ങൾ തന്നില്ലേ, സാക്ഷാത്കാരം നേടിയില്ലേ, ആനന്ദം അനുഭവിക്കുന്നില്ലേ? ഒന്നും ഇല്ലാതില്ലല്ലേ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ് ആവശ്യം, മനഃശുദ്ധിയാണ്. പിന്നെ ഒരു എറുമ്പിനെ പോലും നമ്മൾ കൊല്ലരുത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി എല്ലാ കമൻസ് എന്ന മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. സർവേർക്കും ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാം പറയുമ്പോൾ ചിലതൊക്കെ മറന്നു പോകും മക്കളെ. പറഞ്ഞ് എന്താന്ന് പോലും പിന്നെ ഓർമ്മയും ഇല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചെടുത്ത അർത്ഥം പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. കാരണം ശ്രദ്ധിക്കാനും ഇതൊക്കെ ഒരുപാട് അറിയാത്ത കാര്യങ്ങളാണ് ഇന്നിനി വായിക്കാൻ പോണത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം പ്രായം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഭഗവാൻ ഉദ്ധവർക്ക് കൊടുത്ത ഉപദേശത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? അതായത് അകൃഷ്ണസാര അബ്രഹ്മണ്യത്വ ദേശം നീചം, സകലേശ്വരൻ തൻ്റെ കഥ ചൊല്ലാത്ത ദേശം, ഇതൊക്കെ പഠിക്കണം നമ്മൾ.
നമുക്ക് ഇതാണ് ആവശ്യം. എന്ത് കഴിക്കുന്നു എന്ന് ഭഗവാൻ ചോദിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ജീവജാലങ്ങളെയൊന്നും കൊല്ലുന്നില്ലല്ലോ, പിന്നെ എന്തിനു പേടിക്കണം? അതുകൊണ്ട് ഇവിടെ കൃഷ്ണമൃഗങ്ങളും പിന്നെ അബ്രഹ്മണ്യ, അതായത് ബ്രാഹ്മണരില്ലാത്ത ദേശം നീചമാണ്. എന്താണ് ബ്രാഹ്മണര്? ഈശ്വരനെ അറിയുന്നവൻ ബ്രാഹ്മണനാണ്. നമ്മൾ നന്നായി ഭഗവാനെ ഭജിച്ച് നമ്മളൊരു ബ്രഹ്മത്തെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ തന്നെ ബ്രാഹ്മണര്. അങ്ങനെയുള്ള മനുഷ്യർ വേണം ഓരോ ദേശത്തും. നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കൂ മക്കളെ. എന്നിട്ടോ അപ്പം അകൃഷ്ണസാര അബ്രഹ്മണ്യത്വ ദേശം നീചം. ഇത് ഞാൻ കണ്ട് വായിക്കുന്നത്, തുടങ്ങുമ്പോൾ വായിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് കൊണ്ടാണ്. പിന്നെ സകലേശ്വരൻ തൻ്റെ കഥ ചൊല്ലാത്ത ദേശം. ഭഗവാന്റെ കഥകൾ പറയൂ, എല്ലാവരും കേൾക്കട്ടെ. എല്ലാവരെയും വിളിച്ചിട്ട് സന്തോഷമായിട്ട് കഥ പറയൂ, എന്നിട്ട് നാമസങ്കീർത്തനങ്ങൾ ചൊല്ലൂ. അല്ലാതെ ആ ദേശം കൊള്ളത്തില്ല. അതെന്താ എടുത്ത് ചോദിക്കാത്തത് നിങ്ങൾ? ഈ മത്സ്യം കഴിച്ചോട്ടോ അല്ല, കുറ്റം പറയല്ല മക്കളെ. കഴിക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ശവക്കറി എന്ന് പറഞ്ഞ് കഴിക്കണ്ട. നിങ്ങളത് നല്ല മനസ്സിനകത്ത് നല്ല പുഷ്പമാണെന്നുള്ള രീതി കഴിക്കൂ. അപ്പം നമ്മൾ അജ്ഞാനം അങ്ങ് പോകും. നമ്മളത് മറപ്പുരയിൽ പോയി അതങ്ങ് കളയുമ്പോൾ അതും പോയി. പിന്നെ മനഃശുദ്ധിയാണ് ഒരു ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിക്കണം. ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ഇത് പുഷ്പമാണ്, ഞാൻ ഒരു പുഷ്പത്തെ തോരൻ വെച്ച് കഴിക്കുകയാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി നിങ്ങൾ കഴിക്കൂ. നമ്മുടെ മനസ്സിന് ശുദ്ധി കേട് വന്നാലാണ് നമുക്ക് ദോഷം. നമ്മുടെ മനസ്സിന് സന്തോഷവും ശുദ്ധവുമായിരിക്കട്ടെ, അജ്ഞാനം മാറൂ എന്ന് പറയാം. വലിയ വലിയ മത്സ്യങ്ങളും വലിയ വലിയ ഇറച്ചികളും മറ്റുള്ളവരിങ്ങനെ ബലാത്കാര്യമായിട്ട് പിടിച്ച് കൊല്ലുന്നതൊക്കെ നമുക്ക് ഉപേക്ഷിക്കണം. കാരണം അത് വളരെ പാപമുണ്ട്. അത് അറിഞ്ഞാണത് മരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കൊല്ലുകയാണെന്നത് അറിയുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഈശ്വരന് ഈ വചനങ്ങൾ പറഞ്ഞ് കഥകൾ പറഞ്ഞ് ഈ ദേശം, അവനവൻ്റെ ദേശം വൃത്തിയാക്കൂ, ശുചിയാക്കൂ. അകൃഷ്ണസാര അബ്രഹ്മണ്യത്വ ദേശം നീചം, സകലേശ്വരൻ തൻ്റെ കഥ ചൊല്ലാത്ത ദേശം അശുചി. അപ്പൊ ശുചി ഇതൊക്കെയാണ് മക്കളെ ശുചികേട്. എന്താ ഇത് മനസ്സിലാക്കാത്തത്? ഭഗവാന്റെ കഥ, പരമേശ്വരന്റെ കഥ പറയാത്ത ദേശം അശുചിയാണ്, ശുചിയില്ല. വൃത്തി വേണമെങ്കിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കണം, കഥ പറയണം. പിന്നെ കൃഷ്ണസാര സംയുതേപി സത് വിശുദ്ധ ജനഹീനം. നല്ല വിശുദ്ധമായ ജനങ്ങൾ ഇല്ലെങ്കിലോ അതും കൊള്ളില്ല. നല്ല മനുഷ്യർ വേണം. എന്താ നല്ല മനുഷ്യര്? ഹൃദയത്തിൽ നിന്ന് വെളിയിലോട്ട് വരുന്നതാണ് അശുചി. എന്താണ്? ദുഷ്ടത്തരങ്ങൾ, കാമ, ക്രോധ, ലോഭ, മോഹം, മത, മാത്സര്യ, ഡംബും അഹങ്കാരവും. അത്രമാത്രം ദമ്പ് പിടിച്ച അഹങ്കാരം പിടിച്ച ജീവിതം ഉണ്ടോ? അതാണ് കൊള്ളില്ലാത്തത്. അത് പാടില്ല. അതുകൊണ്ട് വിശുദ്ധ ജനമാണ് വേണ്ടത്. നല്ല സൽപ്രവർത്തികളും നല്ല സ്വഭാവമുള്ള സന്മനസ്സും സമാധാനമുള്ള ജനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. അല്ലാതെ ഒരു മീൻ കഴിച്ചെന്ന് പറഞ്ഞ് അതിൽ ഒരു അശുചിയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ജനഹീനം കർമായ വിപരീതം. ഈ വിപരീതമായ കർമ്മങ്ങളൊന്നും ചെയ്യാത്ത നല്ല വിശുദ്ധമായ ജനങ്ങളുണ്ടോ ആ ദേശം നന്മയുണ്ട്. ആ മനുഷ്യന് മാത്രമല്ല ആ ദേശം പോലും നല്ലതാണെന്നാ പറയാം. ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ എടുത്ത് അമ്മയ്ക്ക് അടി താത്തു വെച്ചിട്ട് ഒരു മത്സ്യത്തെ കഴിക്കുന്നതിനെ പറ്റി നമ്മൾ ഒരിക്കലും മണ്ടത്തരം കളിക്കണ്ട. അത് ഭഗവാനിൽ സമർപ്പിച്ച്, ഭഗവാൻ കൃഷ്ണൻ എന്താ പറയാ, എല്ലാം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ എന്നിൽ സമർപ്പിച്ച് ചെയ്യൂ. ഒരു മത്സ്യത്തിനെ വാങ്ങിച്ചു അത് കണ്ടിച്ച് കറി വെക്കുമ്പോൾ അത് ഭഗവാൻ സങ്കല്പത്തിൽ കർമ്മം ചെയ്യണം. അത് എനിക്ക് തിന്നാനാണ്, ഇത് മത്സ്യമാണ്, ഞാൻ അത് കഴിക്കും, ഇത് ആ ചിന്തയല്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവത് പാരായണം നടത്തുമ്പോൾ എങ്ങനെയാ ഭഗവാനെ ശ്രദ്ധിക്കുക? അതുപോലെ തന്നെയാണ് നമ്മളൊരു കർമ്മം ചെയ്ത് ആഹാരം പാചകം ചെയ്യുമ്പോഴും ഭഗവാനെ നാരായണ കൃഷ്ണ അങ്ങേക്കാണ് അങ്ങാണ് ഈ കർമ്മം ചെയ്യുന്നത്, ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവിടെ പിന്നെ എന്ത് പാപമാണുള്ളത്? കഴിക്കുമ്പോൾ ഭഗവാനെ പരമാത്മാവേ ജഗദീശ്വര ലോകപിതാവായ വൻ പുരുഷോത്തമനായ വൻ വൃക്ഷമായിരുന്ന പുരുഷോത്തമനെ ആരാധിച്ചും കൊണ്ട് അദ്ദേഹമല്ലേ ഇതൊക്കെ സൃഷ്ടിച്ചേക്കുന്നത്? ഈ ജീവജാലങ്ങളെ മൃഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങനെ ജീവപ്രാണികൾ തങ്ങളെ തിന്നല്ലേ അവരൊക്കെ ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ, നമ്മളും അങ്ങനെ മൃഗങ്ങളെ പോലെ ആയിക്കൂടാ. എന്നാൽ ഒരു കൊച്ചു മത്സ്യങ്ങൾ മുക്കോന്മാരെ പിടിച്ചിടുന്നത് അവരുടെ തൊഴിലാണ്. അത് പാപം വലുതായിട്ട് അതിലില്ല എന്ന സങ്കല്പത്തോടെ ഉണ്ടെങ്കിൽ തന്നെ അത് ഭഗവാൻ സമർപ്പിച്ച് ചെയ്യൂ, കഴിക്കൂ. സർവകർമ്മവും ഭഗവാൻ അങ്ങനെ പറഞ്ഞേക്കുന്നത്, എല്ലാം നിങ്ങൾ എന്നെ സമർപ്പിച്ച് ചെയ്യൂ. അപ്പം അർജുനനോട് പറഞ്ഞത്, നീ യുദ്ധം ചെയ്യൂ, നീ എന്നെ സമർപ്പിച്ച് ചെയ്യൂ. എന്നാൽ പിന്നെ അർജുന നീ കൊല്ലല്ലേ, പാപമാണെന്ന് പറഞ്ഞില്ലല്ലോ ഭഗവാൻ. അർജുന നീ അത് ചെയ്യരുത്, പാപമാ. എന്താ ഭഗവാൻ പറയും? നീയായിട്ട് ചെയ്യണ്ട, നീ എന്നെ സമർപ്പിച്ച് കർമ്മങ്ങളെല്ലാം എന്നിൽ തന്നെ അർപ്പിക്കൂ. ഇത് പഠിച്ചു വെച്ചിട്ട് നമ്മൾ എന്തിനാ വെറുതെ സംശയങ്ങൾ മാറ്റാം? ഒരിക്കലും നമ്മുടെ അശുദ്ധി നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ്. എല്ലാം നമ്മൾ പഠിക്കുകയും ചെയ്യും, ഒന്നോട്ട് അറിഞ്ഞും കൂടാ.
അതുകൊണ്ട് ഒരു അല്പം മീൻകറിയോ കൊച്ചു മീനോ കൂട്ടെന്ന് പറഞ്ഞ് എന്നാൽ എൻ്റെ അമ്മയും ഞാനൊക്കെ വളരെ വളരെ ദോഷങ്ങൾ അനുഭവിച്ച് പോണായിരുന്നല്ലോ. അതുകൊണ്ട് വിശുദ്ധ ജനഹീനം, പിന്നെ അജ്ഞാനമുള്ളവർ കഴിക്കണ്ട. ഇത് ശവമാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു റോസാപ്പൂവോ പിച്ചിപ്പൂവോ മുല്ലപ്പൂവോ പറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മുരിങ്ങപ്പൂവോ അത് തോരൻ വെച്ച് കഴിക്കുന്ന പോലെ ആണെന്നുള്ള സങ്കല്പത്തോടെ അങ്ങ് വെച്ച് കഴിച്ചാൽ മതി. അപ്പോൾ അജ്ഞാനം അങ്ങ് പോകുമല്ലോ. എന്നിട്ട് അത് ദഹിക്കുമ്പോൾ അത് മറപ്പുരയിൽ പോയി അതങ്ങ് കളയും. എന്നിട്ട് ദേഹം ശുദ്ധിയാവും. മനസ്സും ഹൃദയമൊക്കെ ഹൃദയശുദ്ധിയാണ് ആവശ്യം. അതുകൊണ്ട് വിശുദ്ധ ജനഹീനം, നല്ല ശുദ്ധമായ ജനങ്ങൾ വേണം. അതില്ലെങ്കിൽ അത് കൊള്ളില്ല. അപ്പോൾ നമ്മൾ ഒരു ദേശത്ത് താമസിക്കുമ്പോൾ നല്ല വിശുദ്ധമായ എന്താ വിശുദ്ധം? മത്സ്യം കൂട്ടി അശുദ്ധം എന്നല്ല എൻ്റെ അർത്ഥം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ നന്മകൾ വേണം, നല്ല പ്രവൃത്തികൾ വേണം. മനസ്സാ വാചാ കർമ്മ, നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഒന്നിനെയും കൊല്ലരുത്. നല്ല നല്ല പ്രവൃത്തികളായിരിക്കണം. അതുകൊണ്ട് വിശുദ്ധ ജനഹീനം, അത് ഇല്ലെങ്കിൽ ദോഷമാ. ഒരു ദേശത്ത് നല്ല ശുദ്ധമായ ജനങ്ങൾ വേണം. സംസ്കൃതത്തിലെങ്കിൽ അറിവാലേ വാഴുന്നവനും നിഷ്കാമകർമ്മൻ ധർമ്മകർമ്മണ്യ ഗുണവാനും കാലവസ്തുതാനിവൻ കാലവസ്തുവിൽ നിന്ന് ശാലവേ എന്നീ നിവർത്തന്മാരാകയും ചെയ്തു. അങ്ങനെ ശാലവേ, ഇങ്ങനെ എല്ലാം നിവർത്തന്മാരാകണം നമ്മൾ. എന്തുകൊണ്ടും നമ്മൾ ഗുണവാന്മാരായിരിക്കണം, നല്ല സജ്ജന വിശുദ്ധ ജനങ്ങളായിരിക്കണം. അശുചി എന്തുകൊണ്ടാണ് വരുന്നത്? ഭഗവാന്റെ കഥ ചൊല്ലിയില്ലെങ്കിൽ അവിടെ അശുദ്ധിയാണ്. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ ദേശത്ത് നന്നായി പാടി കഥ പറയണം. അപ്പോഴാണ് അവിടെ. എന്നിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തുവരും? അശുചിയാണ്, നീചമാണ്, ആ ദേശം കൊള്ളത്തില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ഒരുപാട് ഇങ്ങനെ ചെയ്യുമ്പോൾ, അഥവാ നമ്മളൊരു മീൻ കഴിച്ചു പോയതുകൊണ്ട് പാപം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ത്രാസിൽ വെച്ച് പുണ്യവും അടുത്ത ത്രാസിൽ പാപവും വെച്ചാൽ പാപം എന്തുവരും? പൊങ്ങി നിൽക്കും ത്രാസ്. എന്നാൽ പുണ്യം ഉള്ള ത്രാസ് താഴേ തറയിൽ വന്ന് നിൽക്കും. എന്താ കാരണം? നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്പം മത്സ്യം കൂട്ടുന്നെങ്കിൽ ഇരട്ടി സൽക്കർമ്മം ചെയ്യുക. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു പാപവും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ചില മക്കളത് കേട്ടാൽ പറയാം, അവരോ എന്നെയാണ് കുറേ കുറ്റങ്ങളോ പറയും. കാരണം ഇന്ന് ഒരുപാട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു പാപകർമ്മം, എന്തോ ശവക്കറി കഴിക്കല്ലേ എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പോകുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞാൽ അവർക്ക് എന്നെ പിടിക്കുമോ? ഞാൻ എൻ്റെ സത്യാവസ്ഥയാണ് മക്കളെ പറഞ്ഞത്. ഞാനത് കഴിച്ചിട്ട് എനിക്ക് ഇനിയുണ്ടോ പാപമെന്ന് എനിക്ക് അറിയില്ല. ഇതുവരെ എനിക്ക് പാപമൊന്നും വന്നില്ല. അതുകൊണ്ട് അവനവൻ കഴിക്കുന്നതിന് അവനവനല്ലേ, മറ്റൊരാളല്ലല്ലോ. ഇപ്പം നമ്മളോ നമ്മുടെ കുടുംബത്തിനോ ഇത് വന്നാൽ ഞാൻ ചെയ്യുന്ന കർമ്മം എൻ്റെ വയറ് നിറച്ച് ആഹാരം കഴിച്ചാലേ എനിക്ക് വയറ് നിറയും. അതായത് വാൽമീകി അടുത്ത് സപ്തർഷികൾ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞ? ഭാര്യയും മക്കളും താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് ഞാനിപ്പം മീൻ കഴിച്ചതുകൊണ്ട് മറ്റൊരാൾക്ക് അതിൻ്റെ പാപം വരത്തില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ധൈര്യമായിട്ട് ഭഗവാന് സമർപ്പിച്ച് ചെയ്യൂ. എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യൂ. കഴിക്കുമ്പോൾ ഭഗവാൻ കഴിക്കുന്നതായിട്ട് നമ്മുടെ ഉള്ളത്തിൽ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മമാണ് കഴിക്കുന്നത്, അല്ലാതെ വേറൊരു വ്യക്തി അല്ല എന്നോർത്തങ്ങ് കഴിക്കൂ. ചിലരിക്കും ഭഗവാനെ വിചാരിക്കും ഭഗവാൻ കഴിക്കണമെന്ന്. നമ്മൾ രൂപമല്ല ഭഗവാനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അരൂപിയായിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയാണ് ഞാൻ ചിന്തിച്ചത്. ഈശ്വരന് വായും വയറും ഒന്നും ദേഹങ്ങളില്ലാത്ത അരൂപിയാണ്, വികാരങ്ങളില്ല. ആ പരബ്രഹ്മത്തെ ചിന്തിക്കൂ. എന്നിട്ട് ഭഗവാനെ സമർപ്പിച്ച് കഴിക്കാനാണ് പറഞ്ഞത്. അല്ല കൃഷ്ണനെയോ ശിവനെയോ ഒന്നും ചിന്തിക്കാനല്ല പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലോകേശ്വരനായ പരമ്പൊരുൾ ആണ് ഞാൻ ഉദ്ദേശിച്ച പരബ്രഹ്മം. സർവ്വതും പരബ്രഹ്മം തന്നെയാണ് എന്ന് കണ്ട് കഴിക്കുക. അതുകൊണ്ട് ഇങ്ങനെയാണ് നിവർത്തന്മാരാകുകയും ചെയ്യുക. കർമ്മങ്ങൾ ചെയ്തു മറ്റും കർമ്മങ്ങൾ സമ്പാദിക്കാം നിർമ്മലമതേ പറഞ്ഞിടുവൻ കേട്ടാലും നീ. ഇവിടം വരെ നമ്മൾ വായിച്ചത്. ഇനി നമുക്കത് കണ്ടു വായിക്കാം. നമുക്ക് വായിച്ചു പോകാം മക്കളെ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊന്ന് പറഞ്ഞു തരാമെന്ന്. ഇനി ഉള്ളതൊക്കെ ഓരോരുത്തർ ചെയ്ത കർമ്മങ്ങളും മനഃശുദ്ധി ഉണ്ടാകുന്നതും ഇതൊക്കെ തന്നെയാണ്. അത് നമുക്ക് വായിച്ചു പോയാൽ മതി. നമുക്ക് നിർഗുണാവസ്ഥയിൽ എത്തിയല്ലോ. ആ എത്തൽ ഇനി നിങ്ങളങ്ങ് ആയിത്തീരുക. സഗുണോപാസം, നിർഗുണോപാസം, അങ്ങനെയുള്ള ഉപാസന എല്ലാം നമ്മൾ മനസ്സിലാക്കി ആർക്ക് നിർഗുണത്തിൽ എത്തണം, അരൂപിയായിരിക്കുന്ന പരബ്രഹ്മത്തിൽ അവർ അങ്ങനെ ചെയ്യുക. അതൊക്കെ ആദ്യമേ നമ്മൾ വായിച്ച് ഈ ഏകാദശ സ്കന്ധം തീർത്ത് വായിക്കുമ്പോൾ ഓരോന്നും മനസ്സിലായി വരും. അങ്ങനെ ആയിത്തീരാം. ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ ഓരോ വർണ്ണത്തിലും ഒക്കെ ഉള്ളവരുടെ ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്.
കർമ്മങ്ങൾ ചെയ്തു മറ്റും കർമ്മങ്ങൾ സമ്പാദിക്കാം, നിർമ്മലമതേ പറഞ്ഞിടുവൻ കേട്ടാലും നീ. എങ്ങനെയാ? വസ്തുവിൽ ശുദ്ധി കൊണ്ടും ശുദ്ധിയിൽ ദ്രവ്യം കൊണ്ടും തത്വവാക്യത്താൽ സംസ്കാരത്തിനാൽ കാലം കൊണ്ടും മഹത്വത്വാലും അല്പത്വത്വാലും ശക്തിയ അശക്തി സഹിത ബുദ്ധി കൊണ്ടും സമൃദ്ധി കൊണ്ടും ആത്മാ തന്നെ അന്യങ്ങളാൽ ശുചിത്വം വന്നിടുന്നിത് എന്നതുപോലെ ദേശാവസ്ഥാനുസാരിതയാൽ തങ്ങൾ യാതൊന്ന് പൂജിക്കുന്നിതായതുകൊണ്ടും മംഗള ജലഗന്ധ പുഷ്പധൂപങ്ങൾ ദീപം എന്നിവ കൊണ്ടും നന്നായി അലങ്കാരങ്ങളാലും നന്ദിതം പച്ചപ്പുഴുവിഷ്ടാതി ശുദ്ധ അശുദ്ധമാകിയ ഗന്ധമെന്നേ നന്നായി ഹരി തന്നെ ലോകവാസികൾ ഭരിച്ചിടുന്നിദേവം. പിന്നെ ഓരോരുത്തര് ഓരോ രീതിയിൽ ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങൾ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ച്, പിന്നെ പച്ചപ്പുഴു ഇഷ്ടാതി, അത് എന്താ പറയുക, ഇതിൻ്റെ അർത്ഥം ജവാതി എന്ന് പറയുന്നത്. അതെന്തോ എനിക്ക് അറിയില്ല. ജവാതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ കിടക്കുന്നു, പച്ചപ്പുഴു. ഞാണ്ടേ പച്ചപ്പുഴു ജവാതി എന്ന് കിടക്കുന്നത് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാലും അത് എന്താ കിടക്കുക? അതിനു മുമ്പ് നമ്മൾ എന്താ ശുദ്ധിക്ക് വേണ്ടി തത്വവാക്യങ്ങൾ, സംസ്കാരം, മഹത്തത്വം, അല്പത്തത്വം, ശക്തി അശക്തി, സഹിത ബുദ്ധി, സമൃദ്ധി, ശുചിത്വം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് മറ്റ് കർമ്മങ്ങൾ സമ്പാദിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അതാണ് നമ്മൾ ശുചിത്വം വന്നിടുന്ന കാര്യങ്ങൾ. ഇതുകൊണ്ടൊക്കെയാണ് ശുചിത്വം ഉണ്ടാകുന്നത്. വസ്തുവിൽ ശുദ്ധി കൊണ്ടും ശുദ്ധിയിൽ ദ്രവ്യം കൊണ്ടും തത്വവാക്യങ്ങൾ കൊണ്ടും ഇങ്ങനെ ഓരോരോ രീതി കൊണ്ട് നമുക്ക് ശുചിത്വം ഉണ്ടാവും. വെറുതെ നോക്കിയിരുന്നാൽ നമുക്ക് ശുചിത്വം ഉണ്ടാവുമോ? നമ്മുടെ ഹൃദയത്തിന് വേണ്ടുന്ന എന്താണ് വേണ്ട കാര്യങ്ങളൊക്കെ നല്ല നല്ല തത്വവാക്യങ്ങൾ പറയുക, നല്ല ഈശ്വരനെ അറിഞ്ഞുള്ള നല്ല കർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഓരോരോ രീതിയിലാണ് നമുക്ക് ശുചിത്വം വരുന്നത്. അത് ദേശ അവസ്ഥാനുസാരത, നമുക്കുള്ള ഓരോ രീതി ഓരോ ദേശത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. എങ്ങനെയാ? തങ്ങൾ യാതൊന്ന് ഭുജിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു ദേശത്ത് ചില അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ആഹാരങ്ങളായിരിക്കും. നമുക്ക് ശുചിത്വം ഉണ്ടാവണമെങ്കിൽ എല്ലാവരും, ഇപ്പം ഇതിന് എനിക്കിപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഞാൻ എന്ത് പറയാനാ? ഞാൻ പറയട്ടെ, ഇന്നിപ്പം മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന പാപമാണെന്ന് പറയുന്നു. അത് നമ്മുടെ ദേശത്തിന് പറ്റിയതാണ് പാപമാ? നമുക്ക് വേറെ ആഹാരങ്ങളുണ്ട്, കഴിക്കാനുണ്ട്. പിന്നെ മത്സ്യങ്ങൾ ലോകത്ത്, കടൽ ലോകം മൊത്തം ഉണ്ട്. എല്ലായിടവും കർത്താവ് പോലും മത്സ്യം പിടിപ്പാരെ ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിപ്പാരാക്കും വല എറിഞ്ഞ സമയത്ത് പറഞ്ഞതാ. എന്നാൽ അത് പാപമാണെന്ന് കർത്താവ് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഓരോരുത്തർ പല രീതിയിലാണ് ഭുജിക്കുന്നത് ആഹാരങ്ങൾ. ദേശ അവസ്ഥയ്ക്കനുസരിച്ചും ഓരോ ദേശത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ പച്ച സാധനങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട് കഴിക്കാൻ. അതുകൊണ്ട് നമ്മൾ കഴിക്കണ്ട, മാംസം കഴിക്കണ്ട. മത്സ്യത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അത് ലോകമേ എല്ലാവരും കടലുള്ളിടത്തെല്ലാം ഇത് എല്ലായിടവും ചെല്ലുന്നുണ്ട് ഈ മത്സ്യം. ആരാ കഴിക്കാത്തത്? അത് നമ്മൾ ഇതേ ഉള്ളൂ, ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുക. പിന്നെ ഓരോ രാജ്യത്തിൽ പിന്നെ ഒട്ടകത്തിൻ്റെ പാലും ഇറച്ചിയൊക്കെ കഴിക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. ഇപ്പം പുരോഗമനം വന്നപ്പോൾ എല്ലായിടം കൃഷി ഉണ്ടായിരിക്കാം, മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഇതാ ഇത് പറയുന്നതെന്ന്. ദേശ അവസ്ഥാനുസാരതയാൽ തങ്ങൾ യാതൊന്ന് പൂജിക്കുന്നത് ആയതുകൊണ്ടും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് എന്താണ് ഇല്ലാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളത് കഴിക്കണം, അതിനൊരു പാപമല്ല. ഇപ്പം വനവേടർ കഴിക്കുന്ന എന്താണ് കഴിക്കുന്നത്? അവിടെ ഉള്ള കനികൾ, ഈ പഴവർഗ്ഗങ്ങളും ഈ കാട്ടിലെ കിഴങ്ങുകൾ, പിന്നെ ഈ വേട്ടയാടുന്ന മാനിൻ്റെ ഇറച്ചികൾ, ഇതൊക്കെ അവർക്ക് കഴിക്കുന്ന പാപമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ രീതിയിൽ ഓരോ ഭാഗത്ത് പറഞ്ഞേക്കുന്നതാണ്. അധികപ്പറ്റായിട്ടൊന്നും വാങ്ങിച്ച് ചെയ്തുകൂടാ. അപ്പം നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ അല്പം മത്സ്യവും കുറച്ച് ഇങ്ങനെയൊക്കെ ഉള്ള സസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൃഗങ്ങളെ, വലിയ വലിയ മൃഗങ്ങളെയൊന്നും നമ്മൾ ബലാത്കാരമായിട്ട് ഭയപ്പെടുത്തി വേദനിപ്പിച്ച് ശ്വാസം മുട്ടിച്ചൊന്നും കൊന്നൂടാ. പാപമാ, അത് കഴിക്കരുത്.
ഒരു ഒരു എറുമ്പിനെ പോലും ഉപദ്രവിച്ചുകൂടാ. എന്നാൽ വിശന്ന് അങ്ങേ അറ്റമായി നിവർത്തില കണ്ട അല്പം കറിയില്ല, എനിക്ക് അസുഖമാ, എനിക്ക് രോഗമാ, അല്ലെങ്കിൽ എനിക്ക് ഇത് കഴിച്ചേ പറ്റൂ, ആ ഒരു ഔഷധം പോലെ ഒരു മീൻ ഗുളിയെടുത്ത് കഴിക്കുന്നത് പോലെ തന്നെയാണ് അല്പം മത്സ്യം. നമ്മൾ മീൻ ഗുളിക വാങ്ങിക്കുന്ന എന്താ പറയുക, പൈസ കൊടുത്തല്ലേ വാങ്ങിക്കുന്നത്. അത് ഏതോ മത്സ്യങ്ങളെ കൊന്നിട്ടല്ലേ അതിൻ്റെ എണ്ണ എടുത്ത് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളത് വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത് പറയുന്നില്ലല്ലോ പാപമാണെന്ന്. അതുപോലല്ലേ ഒരു മത്സ്യം ആരോ പിടിച്ചു, അത് നമ്മുടെ കൺവെട്ടത്ത് കണ്ടു, അത് എനിക്കൊരു ഔഷധമാണ് ഭഗവാനെ, ഇതെനിക്ക് കഴിച്ചേ എൻ്റെ അസുഖം മാറൂ, എനിക്ക് കാൽസ്യം കുറവാണ്, എനിക്ക് ഇന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ ഞാൻ അതിനാണ്, ഔഷധമാണ് എനിക്കിത്, അല്ല എൻ്റെ വായ്ക്ക് രുചി കൊണ്ടല്ല കഴിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കഴിക്കണം, അങ്ങനെ വാങ്ങിക്കണം, അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കണം, ഭഗവാൻ സമർപ്പിക്കണം. അതൊക്കെയാണ് ആവശ്യങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കി കഴിയണം ഇങ്ങനെ. പിന്നെ മംഗലജല ഗന്ധപുഷ്പ ധൂപങ്ങൾ ദീപം എന്നിവ കൊണ്ട് നന്നായി അലങ്കാരങ്ങളും നന്ദിതം. അത് ഭഗവാന് നമ്മൾ ഇതൊക്കെ ജലവും ഗന്ധം, ചന്ദനം, പുഷ്പം, ധൂപം, പുക, ദീപം, നമ്മൾ ദീപങ്ങളും കർപ്പൂരങ്ങളും ഒക്കെ നമ്മൾ എന്നുകൊണ്ട് ഭഗവാന് നന്നായി അലങ്കാരങ്ങളൊക്കെ ചെയ്ത് നന്ദിതം പച്ചപ്പുഴുവിഷ്ടാതി ശുദ്ധ അശുദ്ധമാകിയ ഗന്ധമെന്നേ നന്നായി ഹരി തന്നെ ലോകവാസികൾ ഭജിച്ചിടുന്ന ദൈവം. പിന്നെ ഇങ്ങനെ ലോകവാസികൾ ഇങ്ങനെയുള്ള രീതിയിലാണ് ഭഗവാനെ ഭജിക്കുന്നത്, ജലഗന്ധ പുഷ്പധൂപ ദീപാദികൾ കൊണ്ട്. ഇങ്ങനെയൊക്കെ ഭഗവാനെ നമ്മൾ ഭജിക്കുന്നു. തന്നെ പ്രകൃതിയെ സ്നാനദാനാദി ഫോണൊന്ന് അനങ്ങി അത് മങ്ങിപ്പോവും, തെളിയുന്നില്ല. തന്നെ പ്രകൃതിയെ സ്നാന ദാനാദി തപസ് എന്നീ അവസ്ഥ വീര്യ സംസ്കാര കർമ്മത്താലേ. അപ്പോൾ ഈ പ്രകൃതിയിൽ നമ്മൾ സ്നാനം, കുളിക്കുക, ദാനം ചെയ്യുക, തപസ്, ഇവ കൊണ്ട് വീര്യമരുന്ന് ഈ സംസ്കാര കർമ്മം കൊണ്ട് അഭ്യാസം, ഇതെന്നും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് അഭ്യാസമാണ്. അഭ്യാസത്തിൽ നിന്ന് ലഭിക്കും മനഃശുദ്ധി. അപ്പം നമുക്ക് മനഃശുദ്ധിയാണ് വേണ്ടത്. മനഃശുദ്ധി എങ്ങനെ കിട്ടും? സ്നാനം, ദാനം, തപസ്, ഇങ്ങനെ സംസ്കാര കർമ്മത്താലേ അഭ്യാസ സാധകം വേണം. എന്നും നിത്യേന നമ്മൾ കുളിച്ചും ദാനധർമ്മങ്ങൾ ചെയ്തും തപസ് ചെയ്തും പ്രാർത്ഥിച്ചും ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലിയും ഈ അല്ലാത്ത ദേശം കൊള്ളത്തില്ല. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും കഥകളും പറയാത്ത ദേശം, ബ്രാഹ്മണരില്ലാത്ത ദേശം. ബ്രാഹ്മണരെന്താണ്? ബ്രഹ്മജ്ഞാനികളില്ലാത്ത ദേശങ്ങളൊന്നും കൊള്ളത്തില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുന്നത് നമുക്ക് എന്ത് കിട്ടും? മനഃശുദ്ധി ഉണ്ടാകും. മനഃശുദ്ധിയാണ് ഭഗവാൻ നോക്കുന്നത്, അല്ലാതെ ഉള്ളത്തിൽ കുടലിൽ ചെന്ന ആഹാരം എന്താണെന്ന് ഭഗവാൻ നോക്കുന്നില്ല. ഭഗവാന്റെ ഇഷ്ടം നമ്മളെ മനസ്സെങ്ങനെയുണ്ട്, നല്ല മനസ്സാണോ, പുഷ്പം പോലെ ഒരു നല്ലൊരു പൂവാണോ നമ്മളെ മനസ്സ്, അത് ഭഗവാൻ ഇഷ്ടമാണ്. അതുകൊണ്ടിട്ടും കർമ്മ ആചരിക്കുകയും വേണം. അങ്ങനെ മനഃശുദ്ധിയോടുകൂടി നല്ല നല്ല അഭ്യാസം ചെയ്ത് സ്നാനവും ജപവും തപസ്സും ഒക്കെ ചെയ്ത് കർമ്മം ആചരിക്കുകയും വേണം. അപ്പം മനഃശുദ്ധിയോടുകൂടിയും വേണം ചെയ്യാൻ. ദ്വിജന് മന്ത്രപരിജ്ഞാനത്താൽ കർമ്മശുദ്ധി സകല കർമ്മം എങ്കൽ തന്നെയായി അർപ്പിപ്പതും. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം, ദ്വിജന് ബ്രാഹ്മണന് മന്ത്രപരിജ്ഞാനത്താൽ കർമ്മശുദ്ധി, മന്ത്രപരിജ്ഞാനം ചെയ്യുന്നതൊക്കെ അറിവുള്ള ജ്ഞാനികളാണ്. അവർ നല്ല കർമ്മം കൊണ്ട് ശുദ്ധി ഉണ്ടാക്കുന്ന മന്ത്രം ചൊല്ലി പരിജ്ഞാനത്താൽ. എന്നിട്ടോ സകല കർമ്മം എന്ത് ചെയ്യും? എന്ത് കർമ്മവും എങ്കൽ തന്നെയായി അർപ്പിപ്പതും. അത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അർജുന നീ യുദ്ധം ചെയ്യ്, നീ ചെയ്യണ്ട, നിന്റെ ഉള്ളത്തിൽ നീ പരമാത്മാവായ എന്നിൽ സമർപ്പിച്ച് ചെയ്യുക. നമ്മളും അങ്ങനെ ചെയ്യണം. അർജുനനോട് പറഞ്ഞോ കൊന്നാൽ നിനക്ക് പാപമാണെന്ന്? പട്ടാളക്കാർ കൊല്ലാതിരിക്കുക, അവർ കർമ്മം ചെയ്യാതിരിക്കുകയാണോ? അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരുടെ കർമ്മമാണ്, അവരുടെ തൊഴിലാണ്. ആ തൊഴിലുണ്ടെങ്കിലേ നമ്മൾ അനേക ജീവൻ ഇവിടെ രക്ഷപ്പെടും. നമ്മൾ ലോകം മൊത്തവും ഉള്ള ഈ ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യർ മൊത്തവും രക്ഷപ്പെട്ട് നന്നായി രാത്രി സമാധാനത്തോടുകൂടി ഉറങ്ങണമെങ്കിൽ പട്ടാളക്കാർ വേണം. അപ്പോൾ ദുഷ്ടന്മാരെ ഭഗവാൻ നിഗ്രഹിച്ച് കാണിച്ചു തന്നു. അതായത് കംസനെയും കുറേ മല്ലന്മാരെയൊക്കെ നിഗ്രഹിച്ച് കാണിച്ചു തന്നില്ലേ? അവർ ജീവിച്ചിരുന്നാൽ നമുക്കൊക്കെ ഒരുപാട് ഭക്തന്മാർ ജനങ്ങൾ ഇല്ലാതെ പോകും. അപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു? ഒരുത്തനെ കൊന്നാൽ ഒരുപാട് പേർ രക്ഷപ്പെടും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അർജുന നീ യുദ്ധം ചെയ്യ്, അത് നീ എന്നിൽ സമർപ്പിച്ച് ചെയ്യൂ, കർമ്മങ്ങളെല്ലാം നീ എനിക്കായിട്ട് ചെയ്യൂ, നീ ഒന്നും ചെയ്യുന്നതായിട്ട് വേണ്ട, മനസ്സുകൊണ്ട് നീ എന്നിൽ തന്നെ സമർപ്പിക്കൂ.
അപ്പം നമ്മളത് പഠിക്കണം. നമ്മളൊരു കൊച്ചു മീൻ കറി കഴിക്കുമ്പോൾ ഭഗവാനെ ഇത് എൻ്റെ അസുഖത്തിനാണ്, ഭഗവാനെ എൻ്റെ ശരീരത്തിൻ്റെ അസുഖത്തിനാണ്, അത് ഭഗവാൻ സമർപ്പിച്ച് ഞാൻ ചെയ്യുന്നു. പിന്നെ അവിടെ എന്ത് പാപമാ? ഇതെല്ലാം ഭാഗവതം നന്നായി പഠിച്ചാൽ നമുക്ക് അജ്ഞാനം മാറും. എന്നായിരുന്നീ ഒരു ഭഗവാൻ എടുത്തടത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഭൂതപ്രിയം വേണം. ഭൂതപ്രിയം എന്താണ്? ഒരു ജീവനെയും നമ്മൾ പിന്നെ നോവിച്ചുകൂടാ, കൊന്നുകൂടാ, നോവിക്കുക പോലും ചെയ്തുകൂടാ. ഭൂതപ്രിയം, ഒരു ജീവപ്രാണിയെ പോലും നമുക്ക് ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു. അത് എത്ര പ്രാണികളാ ചാവുന്നത്? കുടിക്കാതിരിക്കുകയാണോ? നമ്മൾ കിണറ്റിലെ വെള്ളമായാലും നമ്മൾ നന്നായി അതിനകത്തുള്ള അണുക്കൾ ചാവാൻ തിളപ്പിക്കുന്നു. അതിൽ എത്ര ജീവജാലങ്ങൾ മരിക്കും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഒരുപാട് ജീവനുണ്ട്. അതൊന്നും ആർക്കും പരാതിയില്ല. അതുപോലെ ഉള്ളൊരു മത്സ്യവും, അത് ഇച്ചിരി വലുതെങ്കിൽ മറ്റത് ചെറുത്, നമ്മൾ കുടിക്കാനല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ നിവർത്തിയില്ലെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റൂ. അപ്പോൾ അത് നമുക്കൊരു രോഗമായി വരാതിരിക്കാൻ നമ്മൾ അത് തിളപ്പിക്കുന്നു. അപ്പോൾ അതിൽ ഒരുപാട് അണുക്കളുണ്ട്, അതൊക്കെ ചാവുന്നുണ്ട്. നമ്മൾ നടക്കുമ്പോൾ, ചെരുപ്പിട്ട് നടക്കുമ്പോൾ എത്ര പ്രാണികളാണ് ചാവുന്നത്. അങ്ങനെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ സർവ്വതും സമർപ്പിക്കുക, എന്തും ഭഗവാന് സമർപ്പിക്കുക. അതുപോലെ ഉള്ളു. ഒരു മീൻ ഗുളിക കഴിക്കുമ്പോൾ പാപം ഉണ്ടെങ്കിൽ മത്സ്യം കഴിക്കണ്ട, മീൻ ഗുളികയും കഴിക്കാൻ പോകണ്ട. അപ്പോൾ നമ്മളെ മനസ്സിൽ തിന്നാൻ വേണ്ടി ജീവിക്കരുത്, സുഖിക്കാൻ വേണ്ടി ജീവിക്കുക. എൻ്റെ വായ്ക്ക് രുചിയുണ്ട്, എനിക്ക് കഴിച്ചേ പറ്റൂ, അത് പാടില്ല. നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി വിശപ്പിന് ആഹാരം കഴിക്കുക, അതിനൊരു പാപമല്ല. നമുക്ക് ജീവൻ കിടക്കാനുള്ള ആഹാരം കഴിക്കേണ്ടത്, അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് വായ്ക്ക് രുചിയുണ്ട്, ഞാൻ മീൻ കഴിക്കും, മീൻ കഴിച്ചേ എനിക്ക് പറ്റൂ, എനിക്ക് രുചിയുണ്ട്, ഇത് സ്വാർത്ഥപരമാണ്. അത് പാടില്ല. അതൊരു ജീവനാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിൽ ചിന്തിക്കാം, അയ്യോ അതൊരു പാപം, ജീവനുള്ളതായിരുന്നു, നമുക്കങ്ങനെ സുഖിച്ചുകൂടാ, തിന്ന് സുഖിക്കരുത്. നമ്മുടെ ക്ഷീണം മാറ്റാൻ, നമ്മുടെ വിശപ്പടക്കാൻ, അല്പം അത് ആ ശരീരത്തിൻ്റെ ക്ലേശം മാറ്റാൻ ആ ചിന്തയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമെങ്കിൽ അത് പാപമില്ല. മനസ്സിൻ്റെ സങ്കല്പങ്ങൾ പോലെ ഇരിക്കും പാപം. ഒരു ജീവനെ കൊല്ലുമ്പോൾ ഇത് എനിക്ക് ഇന്നതിനെ ഞാൻ കൊല്ലും, എനിക്ക് തിന്നാൻ, നമുക്കത് സുഭിക്ഷമായിട്ട് ഇന്ന് ഇറച്ചി കൂട്ടി കഴിക്കാൻ, ഇത് പാപമാണ്. നമ്മൾ മനസ്സ് അത്രത്തോളം ഘോര കൃത്യമാണ് കാണിക്കുന്നത്. അത് ഒരിക്കലും ചെയ്തുകൂടാ. സകല കർമ്മം എങ്കൽ ഭഗവാങ്കൽ തന്നെ അർപ്പിക്കുക. തങ്കൽ അത് സർവകർമ്മം എങ്കൽ തന്നെയായി അർപ്പിപ്പതും ധർമ്മസമ്പാദ്യം ഇത് തന്നെയെന്നറിയുക. ഇതാണ് ധർമ്മസമ്പാദ്യം. സർവ്വതും സമർപ്പിച്ച് ചെയ്യുന്നതൊക്കെ സമ്പാദ്യമാണ്, ധർമ്മം. അത് അധർമ്മമല്ല മക്കളെ. എല്ലാം ഭഗവാനോട് നമുക്ക് എന്തും പറയാം. എനിക്ക് ഭഗവാനെ, എനിക്ക് ഇത് കഴിക്കാതിരുന്ന എൻ്റെ നഖങ്ങൾക്കും അസ്ഥികൾക്കും വയസ്സായി, ഒന്നിനും ബലമില്ല, അല്പം മത്സ്യം കഴിച്ചാൽ അത് ഒരു ഔഷധമാണ് ഭഗവാനെ, നാരായണ പരമേശ്വര പരമ്പൊരുളെ. അതുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഇത് ഇത്രയും പറയാൻ കാരണം, ഒരു മകൾ പറഞ്ഞു, അമ്മേ എനിക്ക് വ്രതം ഉള്ള ദിവസമേ എനിക്ക് പറ്റുന്നുള്ളൂ, അല്ലാത്തവൻ പറ്റുന്നില്ല. ഒന്നും ഭയക്കണ്ട മക്കളെ, നമ്മുടെ മനസ്സ് പോലെ മംഗല്യം, നമ്മുടെ മനസ്സ് ഭഗവാങ്കൽ കൊടുക്കൂ, നന്നായി സമർപ്പിക്കൂ. എന്നിട്ട് ഇതുപോലെ വിചാരിക്കൂ, എൻ്റെ രോഗത്തിന് അല്ലെങ്കിൽ എൻ്റെ അസ്വസ്ഥതയ്ക്ക്, എൻ്റെ ശരീരക്ലേശത്തിന് ഭഗവാനെ ഇതൊരു ഔഷധമാണ്. ഒരു മീൻ ഗുളിക കഴിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ കാൽസ്യത്തിൻ്റെ ഗുളിക എവിടെ നിന്നുണ്ടാകുന്നത്? എന്തൊക്കെയോ അസ്ഥികൾ പൊടിച്ചാണല്ലോ. ഇതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞേക്കുന്നതാണല്ലോ ഭഗവാനെ. അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അല്പം മത്സ്യക്കറി, അത് ഒരു പാപവുമില്ല. ഞാൻ തീർത്തു പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ പാപമില്ല. അതുകൊണ്ട് ധർമ്മസമ്പാദ്യം ഇത് തന്നെ എന്നറിയണം. ഇതാണ് ധർമ്മം. ഈ ധർമ്മം നമ്മൾ പാലിക്കാമെങ്കിൽ ഇത് സത്യമായിട്ടും ഇത് ദോഷമില്ല. നമ്മളിങ്ങനെ കാണാവൂ. മക്കൾക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിക്കാനുള്ള ആ ഒരു ശരീരത്തിൻ്റെ ദുരിതത്തിന് അടിപ്പെടാതെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതിന് ആരോഗ്യത്തിന് വേണ്ടിയാണ് ഭഗവാനെ, ഇതൊരു ഔഷധമാണ്, ഇതൊരു ജീവനെ മനഃപൂർവ്വമായി കൊന്ന് തിന്നുന്നില്ല, ഇതെൻ്റെ ശരീരത്തിന് വേണ്ടുന്നതാണെന്ന് സമർപ്പിച്ച് ചെയ്താൽ അതൊരു പാപമില്ല. ധർമ്മം അത് 6 വിധങ്ങൾ, ഇതറിഞ്ഞാലും 6 തരം ധർമ്മമുണ്ട്. ഗുണജം സംഗമത്ര സകർമ്മ ആവരണവും ഗുണസാമ്യത്താൽ ദോഷമില്ലെന്നത് 5. ഗുണനാശത്താൽ അധപ്പതനം എന്നും ഇത്തം ഗുണധർമ്മങ്ങൾ വിപരീതമാം. അതിനാലേ ഇങ്ങനെ ഗുണധർമ്മത്തെ പറ്റി അതൊന്നും എനിക്കറിയില്ല, ഞാനതൊന്നും പഠിച്ചിട്ടുമില്ല, എന്തെന്ന് അറിഞ്ഞും കൂടാ. ഒരിക്കൽ ഗുണമത് ദോഷമായി ഭവിക്കുന്നു, അതെനിക്കറിയാം. ഒരിക്കൽ എനിക്ക് ഗുണമുള്ളത് എനിക്കിപ്പോൾ ദോഷമായി ഭവിക്കുക. എന്താണ്? എനിക്ക് ഒരിക്കൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ടാണ്, ഇപ്പോൾ എനിക്കതൊന്നും വേണ്ട. അത് ഒരു ഉദാഹരണം ഞാൻ പറയാം.
എനിക്ക് അമ്പലത്തിൽ പോയി ഭഗവാനെ കാണുന്നൊരു സമയം ഉണ്ടായിരുന്നു. അയ്യോ, അവിടെ ഭഗവാൻ അവിടെയാണ്, അവിടെ നമുക്കിങ്ങനെ ഒരു താല്പര്യവും അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിൽ ഈശ്വരനെ അവിടെ അതിൽ കാണുന്നു. അങ്ങനെ താല്പര്യത്തോടു കൂടി ഇരുന്ന ഞാനിപ്പോൾ എന്ത് പറയുന്നു, ഇപ്പം എനിക്കത് ദോഷമാണ്. ഇത് ലോകത്തിന് ഇത് ഇങ്ങനെയാണ്, അതിനെപ്പറ്റി ഒന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളരുമ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിൽ ഈ വൃക്ഷങ്ങളുടെ രൂപങ്ങളെ വെച്ച് ഇത് തെങ്ങാണ്, ഇത് മാവാണ്, ഇത് മറ്റതാണ്, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ഒരു ആനയാണ്, കുതിരയാണ്, ഇത് പഠിക്കും. വളർന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ പടത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ ഒരിക്കൽ ഗുണം അത് ദോഷമായി ഭവിക്കുന്നു. ഞാനങ്ങനെ കുട്ടനാളിൽ കണ്ടതൊക്കെ ഇപ്പോൾ എനിക്ക് വേണ്ട, അമ്പലത്തിൽ പോകണമെന്ന് താല്പര്യമില്ല, അല്ലാതെ തന്നെ എനിക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ അമ്പലത്തിൽ പോയി വിഗ്രഹത്തിനെ കാണാതെ തന്നെ ആ പരമാത്മാവായ ചൈതന്യമൂർത്തിയെ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ പിന്നെ അങ്ങനെ പോകണ്ട എന്ന് കാണുന്നത് ദോഷമല്ലേ? അപ്പോൾ ഞാൻ ദോഷമായി കണ്ടില്ലേ? വേണ്ടാന്ന് വയ്ക്കുന്നതാണ് ദോഷം. അത് ദോഷമല്ല, അത് ഇന്നെനിക്ക് വേണ്ട. 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഇപ്പം എനിക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അത് നിന്ദിക്കുകയല്ല, അത് സർവത്തിലും പരബ്രഹ്മത്തെ കാണുന്നു, ദർശിക്കുന്നു. പിന്നെ ഇന്നടത്തവരെ പോകേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആദ്യ പാഠങ്ങളൊക്കെ നമുക്ക് വേണ്ടാതെ വരുന്നതാണ്. ഇവിടെ എന്താ പറയുക, ഒരിക്കൽ ഗുണമായിരുന്നു, ഗുണം അത് ഇപ്പോൾ ദോഷമായി ഭവിക്കുന്നു. വളർന്ന് വരുമ്പോൾ നമുക്കത് വേണ്ടാത്തത് കൊണ്ടാണ് അവിടെ ദോഷം എന്ന് പറയുന്നത്. അല്ലാതെ അത് പാപമെന്നല്ല എൻ്റെ അർത്ഥം. ധരിക്ക ദോഷത്തെ താൻ ഗുണമായി വിധിക്കുന്നു. അങ്ങനെ നമുക്ക് അന്ന് കുട്ടനാളിൽ നമുക്ക് ദോഷമായി കണ്ടതൊക്കെ ഇപ്പം എന്ത് വരുന്നു, ഗുണമായി വിധിക്കുന്നു. കാരണം ഇന്ന് അരൂപിയായിരുന്ന പരബ്രഹ്മത്തെ നമ്മൾക്ക് പണ്ട് അറിഞ്ഞുകൂടായിരുന്നു. കുട്ടനാളിൽ അന്ന് രൂപത്തെയാണ് ചെയ്തിരുന്നത്. ഇപ്പം അന്നത്തെ ദോഷം എനിക്കിന്ന് ഗുണമായി വന്നു. അതായത് മുതിർന്നവരൊക്കെ വിഗ്രഹാരാധന ഇല്ലാതെ തപസ് ചെയ്ത ആൾക്കാരെ ആ ഒരവസ്ഥ കുട്ടിനാളിൽ നമുക്കെന്തായിരുന്നു, തിരിച്ചായിരുന്നു. ഇപ്പം അതേ അവസ്ഥ നമുക്ക് വരുമ്പോൾ എന്ത് വരുന്നു, പണ്ട് ദോഷമായിരുന്നത് ഇപ്പം എനിക്ക് ഗുണമായി വന്നു. ഇപ്പം എനിക്ക് അരൂപിയാണ്, സർവത്തിലും ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിവുണ്ട്, രുചിച്ചറിയാൻ പറ്റും, സർവവും ബ്രഹ്മമയമെന്ന്. അപ്പോൾ എന്താണ്, എനിക്കിപ്പോൾ ഗുണമായി വന്നു. മുമ്പ് പണ്ടൊക്കെ അത് ദോഷമായിരുന്നു, ഇപ്പം അത് സഫലമായി നന്നായി വന്നു. ഗുണമാകുന്നത് എന്തെന്നാൽ അത് ധരിക്കണം, ഗുണദോഷാർത്ഥ ഗ്രഹണത്തിൻ്റെ നിയമനം. ഗുണദോഷങ്ങൾ രണ്ടും ചിന്തിക്കും നേരത്തെങ്കിൽ ഗുണദോഷങ്ങൾ രണ്ടും ഭേദത്തെ കളയുന്നു. ഗുണചിന്തന ജ്ഞാനാൽ ഗുണത്തെ പൂർവാപരം ഗണിച്ചിട്ട് ഓരോ ഗുണമെടുത്ത് മറ്റേതിനെ വിടർത്തും നേരം വിട്ട ഗുണവും ദോഷമായി പോവും. ഇങ്ങനെ ഗണിച്ച് ഗുണചിന്തന ജ്ഞാനാൽ ഗുണത്തെ പൂർവാപരം ഗണിച്ചിട്ട് ഓരോ ഗുണമെടുത്ത് നമ്മൾ മുമ്പൊക്കെ ഓരോന്നിങ്ങനെ മനസ്സിലാക്കിയതൊക്കെ എടുത്ത് മറ്റേതിനെ വിടർത്തും. അന്ന് ഇഷ്ടമല്ലാത്തതിനെ നമുക്ക് ഇപ്പം വിടർത്തിയെടുത്താലോ, വിടർത്തുന്ന നേരം വിട്ട ഗുണവും ദോഷമായി പോവും. അങ്ങനെ നേരത്തെ നമുക്ക് ഗുണങ്ങൾ ഇപ്പം വേണ്ടാന്ന് തോന്നിക്കുന്ന അതിനെപ്പറ്റിയൊക്കെയാണ്. അതിപ്പോൾ എങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഈ അവസ്ഥ എത്താത്തത് കൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വായിച്ചങ്ങ് പോകാം. സത്യം എല്ലാം പറയാൻ എനിക്ക് എളുപ്പമല്ല, സമയവും പോയി. അങ്ങനെ ഗുണചിന്തന ജ്ഞാനാൽ ഗുണത്തെ പൂർവാപരം ഗണിച്ചിട്ട് ഓരോ ഗുണമെടുത്ത് മറ്റേതിനെ വിടർത്തും നേരം വിട്ട ഗുണവും ദോഷമായി പോവും. പിടിച്ച ഗുണം അതും ഇങ്ങനെ മേമേൽ പോയി ചെല്ലുമ്പോൾ പിരിച്ചെടുത്തിടും മാനസജ്ഞാനം. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഉള്ള നന്മകളൊക്കെ വേണ്ടാന്ന് തോന്നും, അന്ന് കൊള്ളാത്തൊക്കെ കൊള്ളാമെന്ന് തോന്നും. ഇങ്ങനെ മേന്മേലെ പോയി പിരിച്ചെല്ലുമ്പോൾ പിരിച്ചെടുത്തിയുടെ എന്താണ്, മാനസജ്ഞാനം. അങ്ങനെയാണ് നമ്മുടെ മനസ്സിന് ജ്ഞാനം വർദ്ധിക്കും. എന്നാൽ ഇന്ന് ചില മക്കൾ ഇത് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തുമില്ല. ഇന്ന് രൂപത്തെ പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും ഇത് അങ്ങോട്ട് കടന്ന് ചിന്തിക്കാൻ അവരുടെ കഴിവില്ല. പക്ഷേ ഇത് ഒരു ജ്ഞാനിക്ക് മാനസജ്ഞാനം വർദ്ധിച്ച് വരുന്നതാണ്. അറിവ് കൂടിക്കൂടി വരുമ്പോഴാണ് നമുക്ക് കുട്ടിനാളിലുള്ള ശീലങ്ങളൊക്കെ പിന്നെ അത് വേണ്ടാന്ന് തോന്നും. അങ്ങനെയാണ് നമുക്ക് മനസ്സിന് മാനസജ്ഞാനം. അപ്പോഴോ നല്ല സത്വമാ ഗുണം അതിന് മേലെ നിൽക്കും. നല്ല സത്വമാ ഗുണമാണ്, ആ സാത്വികമായ ആ ഗുണം അതിന് മേലേ നിൽക്കുക. അപ്പോൾ സത്വഗുണത്തിന് മേലേ നിൽക്കുന്നത് എന്താണ്, നിർഗുണ ബ്രഹ്മം. ഇതാണ് നമുക്ക് നിർഗുണാവസ്ഥ എന്ന് പറയുന്നതാണിത്. അപ്പോൾ ഇത് സഗുണോ ഉപാസന ചെയ്യുന്ന മക്കൾ ഒരു സമയമാകുമ്പോൾ തെന്നിയും തെറിച്ചും ആരെങ്കിലുമേ വരത്തുള്ളൂ, എല്ലാവരും വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ആഗ്രഹങ്ങൾ വെടിഞ്ഞിട്ട് ആരും
ഇതിലേക്ക് വരത്തില്ല. എപ്പോഴും 90-ാം വയസ്സിലും 100-ാം വയസ്സിലും ഈ ലോകചിന്തയിൽ നിന്ന് പിരിഞ്ഞു പോകത്തില്ല അവർ. അതുകൊണ്ട് അവർക്ക് സഗുണോപാസന തന്നെയേ പറ്റത്തുള്ളൂ. എന്നാൽ ചിലരെന്ത് വരും, നല്ല സത്വമാ ഗുണം, അത് സാത്യ ഗുണത്തിന് മേലേ വന്ന് അതൊക്കെ മേലേ എന്ത് വരും, നിർഗുണ ബ്രഹ്മം. നിർഗുണം വെച്ചാൽ ഗുണമില്ലാത്ത, സഗുണവും ഇല്ല, അതായത് 3 ത്രിഗുണങ്ങൾക്ക് മേലെ നിൽക്കുന്ന നിർഗുണ ബ്രഹ്മം. ഗുണ അതീത അവ്യയത്തിങ്കിൽ സഗുണം പോക്കി ഗുണ നിർഗുണ ഭേദം തള്ളി നിൽക്കുമ്പോൾ ഗുണമെല്ലാം ദോഷമായി വന്നുകൂടി. അപ്പോൾ ഇങ്ങനെ അതീതനായ നിർഗുണാവസ്ഥയിൽ എത്തുമ്പോൾ എന്ത് വരുന്നു, അത് താഴെയുള്ള ഗുണമൊക്കെ എന്ത് വന്ന് ദോഷമായി വന്നുകൂടി. എന്താ ദോഷം, ഈ ലോകത്തിലെ ആരാധനകൾ, വിഗ്രഹാരാധനകളൊക്കെ നമുക്ക് ദോഷമായി വന്നുകൂടും നിർഗുണത്തിൽ എത്തുന്ന ഒരു ജ്ഞാനിക്ക്. അവർ അതുകൊണ്ടാണ് അമ്പലത്തിൽ പോകാത്തതും. മനഃപൂർവ്വമല്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അത് മനഃപൂർവ്വം നിന്ദിക്കുകയല്ല, സർവത്തിലും ബ്രഹ്മമാണ്. അവിടം വരെ പോയിട്ടെന്താ, അതിനകം വെച്ച് എത്രയോ കാര്യങ്ങൾ കാണാനുണ്ട്. ഇപ്പം നമുക്കൊരു അമ്പലത്തിൽ പോകുന്നത് വരെ ഈ ലോകത്ത് നിൽക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് സർവ്വത്തും എന്തെല്ലാം ബ്രഹ്മമായി കാണുന്നു. അപ്പോൾ ബ്രഹ്മം അമ്പലത്തിലേ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ വരെ പോകേണ്ട കാര്യമുണ്ടോ? സർവത്തിലും എന്തൊക്കെ ലോകത്തുണ്ട് അത് മൊത്തവും ബ്രഹ്മമല്ലേ. അതുകൊണ്ട് മറ്റെല്ലാം തള്ളും, അന്ന് താഴേക്കുള്ള തള്ളും, അതായത് നിർഗുണ ഭേദമൊക്കെ തള്ളി നിൽക്കുമ്പോൾ, ഇതെല്ലാം തള്ളി മാറ്റി നിൽക്കുമ്പോൾ ഗുണമെല്ലാം എന്തു വന്നു, ദോഷമായി വന്നുകൂടി. ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ അത് ദോഷമാണെന്ന് തോന്നും. അയ്യോ അവരിങ്ങനെ പറഞ്ഞു, അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു, എന്നെ ഒരു മകള് കൊണ്ട് എന്നെ വഴക്ക് പറഞ്ഞ്, അമ്മയെ എൻ്റെ കൂട്ടുകാരെല്ലാം അമ്മയെ കാണാൻ വരണമെന്ന് പറഞ്ഞ്, ഇത് അമ്പലം ഇല്ലാത്തൊരു അമ്മയെ അങ്ങ് കാണണ്ട എന്ന് പറഞ്ഞ് അവരൊക്കെ വന്നില്ല. എന്നോട് വിളിച്ച കക്ഷി മാത്രമേ വന്നുള്ളൂ. അവർക്ക് ഇപ്പം മനസ്സിലായി, അമ്മ പറഞ്ഞത് ശരിയാണെന്ന്. അങ്ങനെ ആർക്കെങ്കിലൊക്കെ തോന്നി തുടങ്ങിയ അവർക്ക് അറിവ് വരണം, അല്ലാതെ നമുക്ക് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഗുണങ്ങളെല്ലാം ദോഷമായി വന്നുകൂടി. ഇക്കണക്കെങ്കിൽ ഗുണമെല്ലാമേ ദോഷമല്ലോ. ഇക്കണക്കോർത്താൽ നമ്മൾക്ക് ഈ നിർഗുണാവസ്ഥ എത്തിക്കഴിഞ്ഞ വ്യക്തിക്ക് അതിന് മുമ്പേ ഉള്ള എല്ലാം ദോഷമായി വന്നുകൂടും. ആകയാൽ ഗുണം വിവേചിച്ച് നോക്കുന്ന നേരം ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചത് രണ്ടിൻ്റെ ഭേദം തനിയെ അതുകളാൽ തന്നെ പോകുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഗുണദോഷം രണ്ടില്ലെന്ന് മനസ്സിലാകും. എന്താണ്, സർവ്വതും സമമായി കാണുമ്പോൾ ഗുണവും ഇല്ല ദോഷവും ഇല്ല, സത്തില്ല അസത്തില്ല. ഒരു നിർഗുണാവസ്ഥ എത്തിയ ഒരു ബ്രഹ്മജ്ഞാനിക്ക് അവിടെ നന്മ തിന്മകളില്ല, അസത്ത്, സത്വമില്ല അസത്വമില്ല. അപ്പോൾ ഗുണമില്ല ദോഷമില്ല, രണ്ടും ഇല്ലെന്നങ്ങ് അറിയും. ഗുണദോഷങ്ങൾ ചിന്തിച്ച് അത് രണ്ടിൻ്റെ ഭേദം തനിയെ അതുകളാൽ തന്നെ പോകുകയും ചെയ്യും, തനിയെ അങ്ങ് മാറും. അതാരും നിർബന്ധിക്കുന്ന കാര്യമല്ല. തന്നെ മനസ്സിലായി മനസ്സ് ജ്ഞാനം വർദ്ധിച്ച് വരുമ്പോൾ ഇതൊക്കെയും തള്ളി മാറ്റിയിട്ട് സമത്വമായി മാറും, എല്ലാം പരബ്രഹ്മമായി മാറും. അതാണിത്. എങ്ങനെയെന്ന് വെച്ചാൽ, കർപ്പൂര ദീപം പോലെ ഗുണചിന്തനാൽ ഗുണമൊപ്പമായി നിർഗുണാത്മമയമായി പോയിടുന്നു. കർപ്പൂരവും ദീപം ഇതും കൂടെ കത്തിയാൽ എങ്ങനെയാ അത് ഒന്നായി തീരുന്നത് പോലെ ഗുണവും ദോഷവും ഗുണചിന്തനാൽ ഗുണം ഒപ്പമായി നിർഗുണാത്മമയമായി പോയിടുന്നു. നമ്മൾ കർപ്പൂരം ദീപം കൂടെ ഒന്നിച്ച് കത്തി ലയിക്കുമ്പോൾ അവിടെ ഒന്നല്ലേ രണ്ടുണ്ടോ? അത് കത്തി തീരുമ്പോൾ അവിടെ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഗുണവും ദോഷവും ഉണ്ടെന്നും പറഞ്ഞിരിക്കും. രണ്ടും കൂടെ ചേർന്ന് കർപ്പൂരം കത്തുന്നത് പോലെ അത് അതായത് ഒപ്പമായി നിർഗുണ ആത്മമയമായി. അതായത് നിർഗുണം എന്താണ്, ആത്മമയമാണ്. അപ്പോൾ അവിടെ ഗുണം ഇല്ല. നിർഗുണമെന്ന് പറഞ്ഞാൽ ഗുണമെന്ന് പറയാനും രണ്ടും ഒന്നായി തീരുന്നു, ലയിച്ചു തീരുന്നു. എന്താണ് സമത്വം ഒരു ബ്രഹ്മജ്ഞാനിക്ക്. അതുകൊണ്ടാണ് ലോകത്തുള്ള മറ്റ് ഗുണങ്ങളെല്ലാം പിന്നെ ദോഷമായി ഭവിക്കുന്നു പറഞ്ഞെന്താണ്, രണ്ടും ഒന്നായി ലയിക്കുന്നു. അവിടെ സഗുണവും ഇല്ല നിർഗുണവും ഇല്ല, രണ്ടും സമത്വം. അവിടെ നന്മയും ഇല്ല തിന്മയും ഇല്ല, ദുഷ്ടനെന്നില്ല കള്ളനെന്നില്ല, പിന്നെ നീചനെന്നില്ല ബ്രാഹ്മണനെന്നില്ല, ഒന്നുമില്ല. എല്ലാം സമമാണ്, ഏർത്തിരിവില്ല. അതുകൊണ്ടാണ് ഒപ്പമായി ആത്മമയമായി പോയത്. എല്ലാം ആത്മമയം, എല്ലാം ബ്രഹ്മമയം. അങ്ങനെ വരുന്നു. സമമാകുന്ന കർമ്മ ആചരണത്തിങ്കിൽ ഒരു കർമ്മദോഷങ്ങൾ ഏതും ഇല്ലെന്നതറിയണം. സമമാകുന്ന ഇങ്ങനെ ആർക്കാണ് ആകുന്ന ഒരു ബ്രഹ്മജ്ഞാനിക്കേ പറ്റൂ.
ഇവിടെ സഗുണോപാസനത്തിൽ വരത്തില്ല. അവരെപ്പോഴും എല്ലാം വേണമെണ്ട് രൂപത്തോടുകൂടി ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്. സഗുണോപാസന എന്ന് വെച്ചാൽ രൂപങ്ങളാണ്, എല്ലാം രൂപത്തോടു കൂടിയാണ്. ഇവിടെ എന്തിനു വേണ്ടിയാണ്? രൂപത്തിന് വേണ്ടിയാണ്. എന്താ രൂപം? വീട് രൂപമാണ്, ജോലി, ഈ ദേഹത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എവിടെ പ്രാർത്ഥിക്കും? രൂപത്തോടു കൂടിയ വിഗ്രഹത്തെ, വിഗ്രഹാരാധന. ഭഗവാൻ കൃഷ്ണൻ്റെ രൂപത്തെ പോയി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശിവൻ്റെ രൂപത്തെ. എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിലെ എല്ലാം വേണ്ടുന്നതിന് വേണ്ടി, എല്ലാം വേണം എന്നുള്ള ചിന്ത. അതൊക്കെ മേലെ പോകുന്ന ബ്രഹ്മത്തെ ലയിക്കുന്ന ആളിന് എന്താണ്? ഇതെല്ലാത്തിൽ നിന്നും മാറി മാറി ഇതെല്ലാം സമമായി വരുന്നൊരവസ്ഥയായിട്ട് മാറുക. ഗുണവും ഇല്ല, ഒന്നുമില്ല, എല്ലാം സമത്വമാണ്. അതാണ് സമം. സമമാകുന്ന കർമ്മ ആചരണത്തെങ്കിൽ ഒരു കർമ്മ ദോഷങ്ങൾ ഏതുമില്ലെന്നത് അറിയണം. ഇങ്ങനെ സമത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് കർമ്മത്തിൽ ചെയ്താലും ഒരു ദോഷങ്ങളും ഒന്നുമില്ല. ഈ ഒരു ബ്രഹ്മജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങളിലോ ഒന്നിലും തന്നെ ദോഷങ്ങളില്ല. എന്താ കാരണം? പരബ്രഹ്മത്തിന് വികാരങ്ങളുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, അരൂപിയാണ്, വികാരമില്ല. ആ അവസ്ഥയാണ് ഒരു ബ്രഹ്മചാരിയും ഒരു ബ്രഹ്മജ്ഞനും. അപ്പം ആ ബ്രഹ്മജ്ഞൻ എന്ത് കർമ്മങ്ങൾ ചെയ്താലും അത് പരമാത്മാവാണ് ചെയ്യുന്നുള്ള രീതിയാണ്. അവിടെ താനല്ല, തന്നിലെ താനാണത്, സാക്ഷിയായി മാറി. അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങൾ മത്സ്യം കൂട്ടുന്നെങ്കിൽ ഇതേപോലെ ചിന്തിക്കണം. സർവ്വതും പരബ്രഹ്മത്തിൽ ലയിപ്പിച്ച് സർവ്വകർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യൂ. അവിടെ എന്താ ഭഗവാൻ അർജുനന് കൊടുത്ത ഉപദേശം അതാണ്. നീ യുദ്ധം ചെയ്യൂ, നിനക്ക് പറഞ്ഞ തൊഴിലാണത്, അത് നീ ചെയ്തില്ലെങ്കിലാണ് പാപം. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അർജുന, നീ എന്നെ സമർപ്പിച്ച് നീ ചെയ്യുന്ന കർമ്മങ്ങളെ എന്നെ സമർപ്പിക്കൂ, അങ്ങനെ ചെയ്യൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇത്രയും മതി ഇന്ന്. എല്ലാവർക്കും, എനിക്ക് തൊണ്ടേ മയ്യോക്കളെ സംസാരിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ഇത്രയെങ്കിലും ഇത് ഇന്നും നാളെയൊന്നും തീരത്തില്ല. ഇതിനൊരു 10-11 പേപ്പറുണ്ട്, എനിക്ക് പെട്ടെന്ന് തീർക്കണമെന്നുണ്ട്. ഞാൻ ഇന്ന് ഇത്തിരി വായിക്കാമെന്ന് വിചാരിച്ചത്. എന്നാലും അർത്ഥങ്ങൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. അറിഞ്ഞുകൂടെ എനിക്ക്. ഇത്രയൊക്കെ ഒരു ഒപ്പിച്ച് വെക്കുന്ന അത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെ നമുക്ക് മതി മക്കളെ. ഇത്രയൊക്കെ ധാരാളം. ഒട്ടും അറിയാത്തവർക്ക് അല്പം അറിയുന്നത് നല്ലതല്ലേ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.